ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ഞണ്ട് കറിയാണ് ചെയ്യുന്നത്. നല്ല ഒരു കായൽ ഞണ്ട് കറി, വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഞണ്ട് കറിയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. നമുക്കിന്ന് നല്ല അടിപൊളി കായൽ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ജീവനുണ്ട് കേട്ടോ, എല്ലാത്തിനും ഒന്നും ചത്തിട്ടില്ല. നല്ല കൊല്ലത്ത് നല്ല സൂപ്പർ കായഞ്ഞണ്ടാണ്. നമുക്കിത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഞണ്ട് കറി ഉണ്ടാക്കാം. നമ്മുടെ ഞണ്ട് ഒക്കെ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് മാത്രമായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ട് ഒരു പാനോ ഒരു ഉരുളിയോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഈ ഞണ്ട് മാത്രമായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞണ്ട് വേവുമ്പോൾ നന്നായിട്ട് ചുമന്ന് വരും കേട്ടോ, അതാണ് അതിൻ്റെ ഒരു പാകം. നല്ല കായഞണ്ടാണ്, നല്ല മാംസമൊക്കെ ഉണ്ടാവും. വൃത്തിയാക്കിയ ഞണ്ടൊക്കെ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരല്പം മതിയാവും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പുപൊടി ഇടുന്നുണ്ട്. ഇന്ന് കല്ലുപ്പാണ് കേട്ടോ ഇടുന്നത്, കുറച്ച് കല്ലുപ്പ്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ കായഞ്ഞണ്ടൊക്കെ ജീവനോടെ കറി വെക്കുന്ന വെച്ചാൽ ജീവനോടെ നമ്മൾ അതിനെ വൃത്തിയാക്കണം. ആ കടച്ചുകൊണ്ടിരിക്കുന്ന പരുവത്തിൽ തന്നെ വൃത്തിയാക്കി കറി വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റില്ല. ജീവനോടെ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് വേണം, കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ അതെല്ലാം ഒന്ന് ചാവും. ആ സമയത്ത് വൃത്തിയാക്കിയിട്ട് കറി വെക്കാം. ഞാനിത് ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് വൃത്തിയാക്കി കറി വെക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ജീവനോട് എടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ 10 മിനിറ്റ് വേവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഞണ്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ചുമന്ന് വന്നാൽ നന്നായിട്ട് വെന്തെന്നാണ് അറിയാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഇന്ന് ഇരുമ്പ് ചട്ടിയിലാണ് നമ്മുടെ ഞണ്ട് കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഞാനൊരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കനം കുറച്ചിട്ട് മറ്റേ 4 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഉണ്ടമുളകാണ് കേട്ടോ. ഇത് 4 ഉണ്ടമുളകാണ്. നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഞണ്ടിൻ്റെ വേറെ റെസിപ്പീസൊക്കെ ഞങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. താഴെ ലിങ്ക് കൊടുത്തേക്കാം. കാണാത്തവരൊന്ന് നേരെ കണ്ടു നോക്കുക. സവാള ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇടത്തരമാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം നമുക്ക്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചതച്ചതോ പേസ്റ്റ് ആക്കി അങ്ങനെ വേണം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ കളറിന് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് അത്രയും മതി. ഒരുപാട് ഇട്ടാൽ ചവയ്ക്കും. ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ചും കൂടി 2 ടീസ്പൂൺ, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കൂടി ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഈ ഒരു ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഞണ്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചിട്ട് കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ ഞണ്ടിലൊന്ന് പിടിക്കട്ടെ. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ് കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഓൾറെഡി ഞണ്ടൊക്കെ നന്നായിട്ട് വെന്തതാണ്, പിന്നെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചാൽ മതി. ഇത്രയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. നമ്മൾ കറിയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് ഗ്രേവി വേണം. ഇനി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി എത്ര വേണം നമുക്ക് അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാനും നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി ജസ്റ്റ് ഒരു തിള വരാൻ തുടങ്ങിയാൽ മതി. ഒരുപാട് തിളപ്പിക്കേണ്ടത്, എല്ലാം വെന്ത സാധനമാണ്. തേങ്ങാപ്പാലും അധികം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കായൽ ഞണ്ട് കരുതേ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചപ്പാത്തി ആവട്ടെ അപ്പം ആവട്ടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഗ്രേവിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.